കാർഷിക വാർത്തകൾ. കൃഷി വ്യാപിപ്പിക്കാനും ഉയർന്ന വില ഉറപ്പുവരുത്താനുമുള്ള പദ്ധതികളുമായി കോഫി ബോർഡ് 10 വർഷത്തേക്ക് ഉൽപ്പന്ന വില സ്ഥിരതയ്ക്കുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം മുതൽ ഉൽപാദനം ഇരട്ടിയാക്കാനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് കോഫി ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. കാപ്പിയുടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കാപ്പിയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. കർണാടകത്തിലാണ് കോഫി ബോർഡ് മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒഡീഷയിലും കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ഒക്ടോബറിൽ ആരംഭിച്ച സീസണിലെ ഇന്ത്യയുടെ കാപ്പി വിളവെടുപ്പ് 3.7 ലക്ഷം ടണ്ണായിരിക്കുമെന്ന് കോഫി ബോർഡ് അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിന് സമാനമായിരിക്കും ഇത്തവണയുമെന്നാണ് വിലയിരുത്തൽ. അറബിക്കയുടെ ഉൽപാദനം ഇത്തവണ കുറവായിരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതേസമയം വ്യാപകമായി വളരുന്ന റോബസ്റ്റകളുടെ വിളവെടുപ്പ് കൂടുതലായിരിക്കുമെന്നും കോഫി ബോർഡ് ചെയർമാൻ MJ ദിനേശ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രാദേശിക വാങ്ങലുകാരുടെ ശക്തമായ സാന്നിധ്യത്തെ തുടർന്ന് കൊച്ചി ലേലത്തിൽ തേയില വിലയിൽ വർധന. കിലോയ്ക്ക് 4 രൂപ വരെയാണ് ഉയർന്നത്. ശബരിമല തീർത്ഥാടന സീസണിൽ വിലയിലുണ്ടായ വർധനവ് തേയില ഉപഭോഗത്തിനും ചില്ലറ വിൽപ്പനയ്ക്കുമുള്ള ആവശ്യം വർദ്ധിപ്പിക്കുമെന്നാണ് വ്യാപാരികൾ കണക്കാക്കുന്നത്. CDC പൊടി തേയിലയ്ക്കാണ് ഉയർന്ന വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലേലത്തിനെത്തിയ തേയിലയിൽ 95% വിറ്റഴിച്ചു. കൊൽക്കത്തയിൽ സീസൺ അവസാനിച്ചതോടെ ഓഫർ ചെയ്ത അളവിൽ കുറവുണ്ടായതും കയറ്റുമതി ആവശ്യകത നിറവേറ്റുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള മെച്ചപ്പെട്ട വാങ്ങലുകൾക്ക് കാരണമായതായി വ്യാപാരികൾ പറഞ്ഞു. അതേസമയം ഓർത്തഡോക്സ് തേയിലയ്ക്ക് വിപണി താഴ്ന്നു. അതേസമയം റഷ്യയിൽ നിന്നും ഇറാഖിൽ നിന്നും ഓർത്തഡോക്സ് തേയിലയ്ക്ക് ആവശ്യക്കാരുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാനോ ലിക്വിഡ് യൂറിയ ഉൽപ്പാദനത്തിലേക്ക് കടക്കാൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് പഞ്ചാബിലെ നങ്കലിൽ പുതിയ നാനോ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് കമ്പനി. പ്രതിദിനം 500 മില്ലിലിറ്ററിന്റെ 1.5 ലക്ഷം കുപ്പി ലിക്വിഡ് നാനോ യൂറിയ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് സജ്ജമാക്കുക. ഇന്ത്യൻ വിപണിയിൽ ബദൽ വളങ്ങൾ ഉപയോഗിച്ച് കാർഷിക ബിസിനസ് വിപുലീകരിക്കാനാണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലക്ഷ്യമിടുന്നത്. നാനോ യൂറിയ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യക്ഷമമാണ്. നൈട്രജൻ കൂടുതൽ സാവധാനത്തിൽ പുറത്തുവിടുന്നു. ഹരിതഗൃഹവാതകങ്ങളായി അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുന്ന നൈട്രജന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ ഇത് കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണെന്നാണ് വിലയിരുത്തൽ. നിലവിൽ വിപണിയിൽ ലഭ്യമായ വിവിധ തരം നാനോ യൂറിയ വേരിയന്റുകളുടെ ഫലപ്രാപ്തിയും സ്വീകാര്യതയും പഠിക്കുന്നതിനായി കമ്പനി വിപുലമായ ഫീൽഡ് ഗവേഷണം നടത്തിയതായി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിലെ മൈക്രോ ഫിനാൻസിന് വൻ സാധ്യത. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ അവസരങ്ങൾ തുറക്കുകയാണ് ഇതിലൂടെ. വിളവായ്പകൾ, കൃഷി പ്രവർത്തനങ്ങൾക്കായി ടേം വായ്പകൾ, വിളവെടുപ്പിന് ശേഷമുള്ള വായ്പകൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് കാർഷിക മേഖലയിലെ മൈക്രോ ഫിനാൻസിനുള്ളത്. കൃഷിയുടെ സ്വഭാവം മനസ്സിലാക്കി കർഷകരുടെ ആവശ്യങ്ങൾക്കനുസൃതമായാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചെറുകിട കർഷകർക്ക് ഭാരിച്ച തിരിച്ചടവുകളില്ലാതെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉറപ്പാക്കാനാകും. ഇത് ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്താൻ കഴിയും. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. വരും കാലങ്ങളിൽ ഇന്ത്യൻ കൃഷിയുടെ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം നീക്കങ്ങൾ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിലയിടിവിനെ തുടർന്ന് പരുത്തിക്ക് ആവശ്യക്കാർ ഏറുന്നു. മില്ലുകളിൽ നിന്ന് ആവശ്യക്കാരില്ലാത്തതും പരുത്തി വിത്തുകളുടെ വിലയിടിവും അസംസ്കൃത പരുത്തി വില കുറയാൻ കാരണമായി. പരുത്തി മില്ലുകളുടെ ഡിമാൻഡിലുണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണമായത്. എന്നാൽ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി സ്പിന്നിംഗ് മില്ലുകളിൽ നിന്ന് പരുത്തിക്ക് ആവശ്യക്കാരേറുന്നതായാണ് റിപ്പോർട്ട്. ഈ സീസണിൽ കുറഞ്ഞ വിളവ് കണക്കാക്കിയിട്ടും പരുത്തി വില സമ്മർദ്ദത്തിലാണ്. അടിസ്ഥാന താങ്ങുവിലയ്ക്ക് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അസംസ്കൃത പരുത്തി വാങ്ങുന്നതിലൂടെ വിലസ്ഥിരതയിൽ നേരിയ നേട്ടമുണ്ടാകുന്നുണ്ട്. സീസണിന്റെ തുടക്കത്തിൽ വിവിധ വിപണികളിൽ ക്വിന്റലിന് 3600 മുതൽ 4100 രൂപയിലുണ്ടായിരുന്ന പരുത്തിവിത്തിന്റെ വില ഡിമാൻഡ് ഇടിഞ്ഞതിനാൽ ഇപ്പോൾ 3000 മുതൽ 3500 എന്ന നിലവാരത്തിലേക്ക് താഴ്ന്നു. ആവശ്യക്കാരില്ലാത്തതിനാൽ വിപണിയിലെത്തുന്ന പകുതിയിലേറെയും താങ്ങുവിലയിൽ കോട്ടൺ കോർപ്പറേഷൻ സംഭരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.